ജയിൽ ടൂറിസം ആലോചനയിൽ അന്തേവാസികൾക്ക് അന്തസ്സായിട്ട് ജീവിക്കാൻ കഴിയണം. എന്ത് നിങ്ങൾ പറയുന്നത്? മുഖ്യമന്ത്രി പറഞ്ഞെന്താ? നല്ല കാര്യമല്ല. അന്തേവാസികൾ ആരാ? നമ്മുടെ ഏറ്റവും ബഹുമാന്യനായ വിശുദ്ധനാക്കപ്പെടേണ്ട ഗോവിന്ദച്ചാമി, വിശുദ്ധയാക്കപ്പെടേണ്ട ജോളി ചേച്ചി, പിന്നെ വേണ്ടപ്പെട്ട പല ആളുകളും അകത്തുണ്ടല്ലോ. അവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മുടെ നികുതി പണം എടുത്താണ് അവരിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ബിരിയാണിയും കാര്യങ്ങളൊക്കെ. അത് മാറ്റണം. മന്തി കൊടുക്കണം, മധുബൂത്തും ഒക്കെ കൊടുക്കണം, കുണാഫയും കൊടുക്കണം. അതൊക്കെയാണ് അവർക്ക് കൊടുക്കേണ്ടത്. അവർ നാളെയുടെ വാഗ്ദാനങ്ങളാണ്. കേരളത്തിൽ ഒരുപാട് പ്രശസ്തി ആർജിച്ച വ്യക്തികളാണ്. മുഖ്യമന്ത്രി ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ എന്തായാലും എന്നെ ഫോളോ ചെയ്തേക്കണേ കേട്ടോ. മുഖ്യ വ്യക്തി ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. പറ്റുമെങ്കിൽ എൻ്റെയും നിങ്ങളുടെയൊക്കെ നികുതി പണത്തിൽ നിന്ന് ഒരു വിഹിതം എടുത്തിട്ട്, ഇപ്പോഴും അങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നത്, അതിൽ നിന്ന് ഒരു വിഹിതം കൂടെ എടുത്തിട്ട് ഇവർക്ക് പറ്റുമെങ്കിൽ ഒരു 5 സ്റ്റാർ വേണ്ട 7 സ്റ്റാർ ബാർ ഫെസിലിറ്റി ഉള്ള കാബറെ ഡാൻസ് ഉള്ള ഒരു ബാർ ഇവർക്ക് അകത്തുണ്ടാക്കി കൊടുക്കണം. സ്വിമ്മിംഗ് പൂൾ വേണം, മസാജ് സെൻ്ററുകൾ വേണം, ചെയ്തു കൊടുക്കണം. അന്തേവാസികളാണ്. ഒരു ഉന്നമനത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കണം. നാട്ടിൽ കൃഷിയൊക്കെ ചെയ്യുന്ന ചിലരുണ്ടല്ലോ, ഈ പാടത്തും പറമ്പത്തും ഒക്കെ പണിയെടുക്കുന്നത്, അവർക്കൊന്നും കൊടുക്കരുത്. അവിടെ അങ്ങനെ കിടക്കട്ടെ. അവരൊക്കെ കൃഷിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടോ പിള്ളേരുടെ പഠിത്തത്തിന് വേണ്ടിയിട്ടോ വല്ല ലോണോ അതോ എടുത്തു കഴിഞ്ഞാൽ ഒരു വക കൊടുക്കരുത്. എന്തെങ്കിലുമൊക്കെ പോയി ചെയ്യട്ടെ. കൃഷിപ്പണിമാരി പടാ. ഞങ്ങളുടെ അന്തേവാസികൾ ജയിലിൽ കഴിയേണ്ട വിശുദ്ധരാക്കേണ്ട വ്യക്തികൾ, വിശുദ്ധരായ വ്യക്തികൾ, അവരെയാണ് നമ്മൾ ഗവനിക്കേണ്ടത്. ഫോളോ ചെയ്യണേ.